വരാതി പിടിക്കാനുള്ള പ്ലാസ്റ്റിക്കിന്റെ തവളയാണ്. വെറും 950 ഉറുപ്പ്യാണ് ഈ സ്റ്റിക്കിന്റെ വില. 550 രൂപക്ക് തൊട്ടിട്ട് 50,000 60,000 രൂപക്കൊക്കെ കൊടുക്കാനുള്ള സാധനം നമ്മുടെ അടുത്തുണ്ട്. പക്വല ഉണ്ട് കണ്ടോ, 2250 ഉറുപ്പ്യക്ക് ഒരു കണ്ട സെയിം സാധനമാണ്. 280 രൂപയാണ് വരുന്നത്. 350 രൂപ തൊട്ട് ഈ കൊടേന്റെ ട്രാപ്പ് നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അല്ലതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലെന്താ കരിമീൻ പോലത്തെ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ തോക്ക് തെറ്റാലി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തോക്ക് തെറ്റാലി ഇതുപോലെ തന്നെ നമ്മുടെ പല കാറ്റഗറി ഇതിന്റെ ഇതിൽ വരുന്നുണ്ട്. അതിലിപ്പോ ഇതൊക്കെ 1,750 ആ റേഞ്ചൊക്കെയാണ് ഇതിന്റെ. ഇതും നമ്മളെ കഴിച്ചുകൊണ്ടേലൊന്നും ഇട്ട് വെച്ചിട്ട് കാര്യമില്ല. സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ രീതിയിൽ നമ്മൾ റോഡ് റീലും ഉപയോഗിച്ച് ആക്ഷനിൽ വരുത്തണം. കുറച്ച് ഉന്നമാണെന്ന് പറഞ്ഞല്ലേ. ഹായ് ചങ്ങാതിമാരെ, ഇതാ നമ്മളെ അഭിരാമി ക്രിയേഷന്റെ ബാബുരാജ് ഇന്ന് നമ്മളെ കടയൊക്കെ ഒന്ന് കാണാൻ വന്നേക്കാട്ടോ. അപ്പൊ ഈ മോഡേൺ ഫിഷിങ്ങിന്റെ കാര്യങ്ങളും നാടൻ ഫിഷിങ്ങിന്റെ മീൻ പിടിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന് മൂപ്പര് വന്നതാണ്. അപ്പൊ മൂപ്പർക്കൊക്കെ എന്തൊക്കെയാ അറിയണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അവരാജ് എന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയണ്ടേ? നിങ്ങളെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് അബ്ദുൽ ജലീൽ എന്നാണ്. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ പേര് മെർലിൻ ടാക്കിൾസ് എന്നാണ് കേട്ടോ. നമ്മുടെ കാലിക്കറ്റ് മലപ്പുറം ജില്ലയില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ഏകദേശം അടുത്തായിട്ട് വരുന്ന ഒലിപ്രം കടവ് അങ്ങാടി തന്നെയാണ് നമ്മളെ കട വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണല്ലോ. ഇതിൽ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. നേരിട്ട് നമ്മളെ കടയിലും വരാം. അപ്പൊ ഇനി ബാബുരാജിന് എന്തൊക്കെ ഇതിനെ കുറിച്ച് അറിയേണ്ടതെന്നുള്ളൊന്ന് ചോദിച്ചോളൂ. എനിക്ക് ചൂണ്ടയെ പറ്റി കൂടുതലായിട്ട് അറിയില്ല. എന്നാലും ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മളെ ഇതൊക്കെ പല റേറ്റിലും വരുന്നുണ്ട്. ഇതിൽ 2 മോഡൽ വരുന്നുണ്ട്. ഇതിപ്പോ ഒരു ബൈക്കാസ്റ്റർ റീലിന്റെ ഒരു സെറ്റ് ആണ്. അപ്പൊ ഈ ബൈക്കാസ്റ്ററിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു റോഡാണ് എന്റെ കയ്യിലുള്ളത്. വെറും 950 ഉറുപ്പ്യാണ് ഈ സ്റ്റിക്കിന്റെ വില വരുന്നത്. സ്റ്റിക്ക് മാത്രമാണ്, ഈ സ്റ്റിക്ക് മാത്രം. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന റീലുകൾ നമുക്ക് പല റേറ്റിലും വരുന്നുണ്ട്. ഇത് റീൽ എന്ന് പറഞ്ഞാല് ലൂക്കാന്റെ റീലാണ്. കാര്യമായിട്ട് മറ്റേ റീലുകൾ കുറഞ്ഞു കിട്ടിയാലും ബൈക്കാസിന്റെ റോഡുകൾ കുറഞ്ഞു കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡാണ്. ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. അങ്ങനെ 1000 രൂപയുടെ റോഡ് തൊട്ട് 550 രൂപയുടെ ഈ റോഡിനൊക്കെ കണ്ട 6 അടി വലിപ്പമുള്ള റോഡ്. ഏത് ചൂണ്ടക്കടയിൽ ചെന്നാലും ഇത്രയും ക്ലിയർ ഫിനിഷിംഗ് ഉള്ള നല്ല ഹെവി ആയിട്ടുള്ള റോഡാണ്. 6 അടി വലിപ്പമുള്ള ഈ റോഡിന് വെറും 550 ഉറുപ്പ്യാണ് കിട്ടാം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏത് രീതിയിൽ ചൂണ്ടിടുന്നതിലും അതിനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കാണുന്ന സാധനങ്ങൾ ഇനി ബാബുരാജിന് ഉള്ളിലോട്ട് കയറി വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേണ്ട, ഇതൊക്കെ നമ്മളെ ചൂണ്ടന്റെ സ്റ്റിക്കുകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ചെറിയ മീനുകളൊക്കെ പിടിക്കാനുള്ള ലൈൻ ഐറ്റംസ്, പിന്നെയാണ് ഇതിലേക്ക് വരുന്ന റീലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ സെക്ഷൻ ഫുള്ളായിട്ട് റീലിന്റെ ആണ്. അത് കഴിഞ്ഞ് ഇതെന്താണെന്നുള്ള ഓപ്പറേഷൻ വല്ല വൃത്തം കിട്ടിയോ? കിട്ടി. ഇതെന്താണ്? നമ്മൾ വരാതി പിടിക്കാനുള്ള പ്ലാസ്റ്റിക്കിന്റെ തവളയാണ്, റബ്ബർ. അപ്പൊ ഇതിന്റെ ഒക്കെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മളെ അടുത്തുണ്ട്. ഇത് വേണ്ട, 100 കണക്കിന് വെറൈറ്റി ഉണ്ട്. ഇതെന്താ റേറ്റ് വരുന്നത് ശരിക്കും? ഇത് 320 ഉറുപ്പ്യാണ്. ഇത് നമ്മളെ റിയൽ വാരിയറിന്റെ സ്കൂബി പറഞ്ഞൊരു മോഡലാണ്. കിടില റിസൾട്ട് ഉള്ള സാധനമാണ്. നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതിന് വരുന്ന വെറും 320 ഉറുപ്പ്യാണ്. ഇത് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. മീൻ അത് വായിലെടുത്ത് പൊട്ടിച്ച് പോകുന്ന വരെ ഉപയോഗിക്കാം. അത്രയും ഉപയോഗിക്കാം. എത്ര മീൻ പിടിച്ചാലും പെട്ടെന്നൊന്നും കേടുവരാത്ത റബ്ബറുകളാണ്. നമ്മൾ കാര്യമായിട്ട് ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഫെക്സോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതും റിയൽ വാരിയർ പറഞ്ഞ കമ്പനീന്റെതാണ്. രണ്ടും നല്ല ലോകോത്തര മേഡുകളാണ്. ഇന്തോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. ഒന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്നതല്ല, ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. നമ്മുടെ ഫെക്സോടെയും അതുപോലെ റിയൽ വാരിയറിന്റെയും 2 കമ്പനീന്റെ പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ആദ്യം നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ കൊടുക്കുന്നത് ഓൾറെഡി ചൂണ്ടക്കട ഉള്ളവർക്കാണ്. മനസ്സിലായില്ലേ? ചൂണ്ടക്കടക്കായിട്ട് ലൈസൻസ് എടുത്ത് ചെയ്യുന്നവർക്ക് നമ്മൾ ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കരിമീൻ പോലത്തെ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് ലൈനുകളാണ്, മോണോ ലൈനുകളാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതൊക്കെ ലൂർ ഐറ്റംസ് ആണ്. നമ്മളെ പുഴയിൽ ചെമ്പല്ലി, കാളാഞ്ചി, ഹമൂർ പോലത്തെ മീനുകളെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. അത് ഈ ഒരു വലിയ ഡിസ്പ്ലേ, അത് മാത്രമല്ല കേട്ടോ, ഇവിടെ വലിയൊരു ഡിസ്പ്ലേ തന്നെ നമ്മളെ ലൂറുകൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം അതിനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇനിയിപ്പം നമ്മൾ വീഡിയോ കാണുമ്പം ഫിഷിംഗ് ആയിട്ട് ബന്ധമില്ലാത്ത ആളുകളും കാണുന്നുണ്ടാവും. അപ്പൊ ഇത് നമുക്ക്
വെറുതെ കഴിച്ചുകൊണ്ടേല് തങ്കീസിൽ ഇട്ടിട്ട് ഇതിൽ ഒരു കാര്യമില്ല. ഇത് മീൻ പിടിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ മെഷീൻ ചൂണ്ടയില്, അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞ റോഡ് റീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് പ്രത്യേക താളം കൊടുക്കുമ്പോ ഇതിന് ലൈഫ് കൊടുക്കുകയാണ് നമ്മൾ. ഇതിന് പ്രത്യേക വാസനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇത് വെറും പ്ലാസ്റ്റിക് മാത്രമാണ്. ഇതിന് അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ആക്ഷന്റെ. അപ്പൊ നമ്മൾ ഈ മെഷീനിൽ ഇട്ടിട്ട് ഒരു താളത്തിൽ ഇതിങ്ങനെ കുലുക്കി വലിക്കുമ്പോ ഇതിങ്ങനെ പരിക്ക് പറ്റിയൊരു മീൻ വരുന്ന മാതിരി ഇങ്ങനെ വരും. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിച്ച് പിടിക്കുന്ന പ്രഡേറ്റർ ഫിഷുകൾക്ക് തോന്നുന്ന ഒരു പരിക്ക് പറ്റിയ മീൻ വരുന്നുണ്ട്, എനിക്കത് പെട്ടെന്ന് കീപ്പെടുത്തി കഴിക്കാന്നുള്ളൊരു ചിന്തയിൽ ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഉക്കുകൾ മീനിന്റെ വായിലും ഉടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൽ മീൻ പിടിക്കുന്നത്. അപ്പൊ സാധാ ഇരട്ട പിടിക്കുന്ന മാതിരി നമുക്ക് കഴിച്ചുകൊണ്ടേ കൊണ്ടുപോയിട്ടാണ് ഇട്ട് കൊടുത്താൽ ഇതിലൊന്നും കിട്ടൂല. വെറുതെ കാശ് കളയണ്ട. മെഷീൻ ചൂണ്ടൊക്കെ ഉള്ളവർ മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. അത് നമുക്ക് പല റേറ്റിലും വരുന്നുണ്ട്. അല്ല മൊത്തം എല്ലാം കൂടി എത്ര വരും നമുക്ക് മൊത്തത്തിൽ വാങ്ങിയ? ഒരു ആവറേജ് പർപ്പസിന് പറ്റിയ ഒരു ലൈറ്റ് വെയിറ്റ് സെറ്റപ്പ് ആണെങ്കിൽ മിനിമം ഒരു 5K തന്നെ തൊട്ട് തുടങ്ങണം. നമുക്കത് 300 മറ്റേ ഇതാ ചെറിയ സെറ്റ് നമുക്ക് പിള്ളേർക്കുള്ളത് 550 രൂപക്ക് തൊട്ടിട്ട് 50,000 60,000 രൂപക്കൊക്കെ കൊടുക്കാനുള്ള സാധനം നമ്മുടെ അടുത്തുണ്ട്. ഒരു മിനിമം ഒരു 5K ഒരു 5,000 രൂപയുടെ സാധനം തന്നെയും എടുത്താലാണ് നമുക്ക് ഉപകാരപ്പെടുക. അപ്പൊ നമ്മൾ ഇത് നല്ല എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതില് ഒരു ലാസ്റ്റ് ചെയ്യുന്ന സാധനം എടുത്താലും നമുക്ക് ഉപകാരപ്പെടാം. അതെ, ഇപ്പൊ ഏറ്റവും താഴ്ന്ന ഒരു സാധനം എടുത്ത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഇതൊന്ന് എറിഞ്ഞ് അതിൽ 2 മീൻ കിട്ടുമ്പോ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേസ്റ്റ് ആണ്. മനസ്സിലായേ? അപ്പൊ ഒരു 3000 മുടക്കിയിട്ട് ഒന്ന് വാങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു 5000ന്റെ വേണം തുടങ്ങിയാല് അപ്പൊ എത്ര 8000 ആയി. നേരെ മറിച്ച് ഫസ്റ്റ് തന്നെ നമ്മള് 8000ന്റെ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നല്ല സാധനം കിട്ടും. അപ്പൊ അതിന്റെ പരിപാടികൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടൊക്കെ ആയിട്ടുള്ള നമ്മുടെ സാധാ ട്രഡീഷണൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കാർപ്പ് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ വേണ്ടപ്പോ നമ്മളെ കറി വെക്കുന്ന സ്പൂണ് മുറിച്ചെടുത്തിട്ടുണ്ടാക്കിയൊരു സാധനമാണ്. വേണ്ട, ഇതിൽ ആറ്റുവാള നന്നായിട്ട് പിടിക്കും. ഇത് നമ്മൾ വെള്ളത്തിലൂടെ താളത്തിൽ വലിക്കുമ്പോ നമ്മളെ കുറുവാപ്പാരിലുണ്ടല്ലോ, നമ്മളെ കിടങ്ങാലി എന്നൊക്കെ പറയുന്ന സാധനം, അതിങ്ങനെ മണ്ണ് കുത്തിപ്പറിച്ച് ഇങ്ങനെ നടത്താനുള്ളതാണ്. അതായ വരവാണ് ഇത് വരിക. ഇതിനൊക്കെ മെഷീൻ ചൂണ്ടയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ റേറ്റ് വരുന്നുള്ളൂ. ഇതിനൊക്കെ 80 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. നമുക്ക് 5000 രൂപേന് മീനേല് പിടിക്കാൻ പറ്റും. 5-8 കിലോയുള്ള വാള കിട്ടിയാലേ 4000 രൂപേന് മീനാവും. മടക്ക് വരുന്നത് 80 രൂപയാണ്. പിന്നെ നമ്മള് മറ്റേ വേറുള്ള ഇരകളൊക്കെ വെക്കുന്ന മാതിരി ഒന്ന് പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഇര മാറ്റിയിടണ്ട, അതന്നെ വീണ്ടും ഒരു സ്റ്റീലാണല്ലോ, ചീത്തയാവില്ല. അപ്പൊ ആ പർപ്പസിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ബ്രൈഡർ ലൈനുകളാണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേ കാണുന്ന ഈ നൂലാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് 250 രൂപ തൊട്ട് ഇപ്പൊ നിലവിൽ നമ്മളെ അടുത്തൊരു 3000 രൂപ 200 മീറ്ററിന് വരുന്ന ബ്രൈഡർ ലൈനുകൾ വരെയാണ് നമ്മളെ അടുത്ത്. എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞേ? ഇത് 100 മീറ്റർ ഉണ്ട്, 150 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ. അതിനനുസരിച്ച് റേറ്റ് മാറ്റം ഉണ്ടാവും. അതേമാതിരി ഇതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറ്റം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 250 രൂപയാണ് 100 മീറ്ററിന് വരുന്നത്. അതേ സാധനം തന്നെ ഈ സാധനം നോക്കുമ്പോഴത്തേക്ക് 100 മീറ്ററിന് 2800 രൂപ വരും. അതിന് തിക്നെസ് എങ്ങനെയാ വരിക? തിക്നെസ് ഇതിന്റെ mm കണക്കാക്കിയിട്ടാണ് ഇതിന്റെ തിക്നെസ് കണക്കാക്കുന്നത്. അപ്പൊ 20 mm, 30 mm, 40 mm ഒക്കെ ഉണ്ടല്ലേ. LP എന്ന് പറയുന്നത് ഇതിന്റെ ബലമാണ്, ഉറപ്പാണ്. mm പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ്. നമ്മൾ ഓരോ മീനിന് വേണ്ടി ഓരോ എടുക്കല്ലേ? അല്ല, ഇതില് നമ്മള് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഫിഷ് ഏതാണോ ഒരു കോമൺ ആയിട്ടുള്ളത്. ഇപ്പം അധികം ആൾക്കാർ ഓരോന്നിനും വേറെ വേറെ ചൂണ്ട ആരെടുത്തും ഉണ്ടാവില്ല. അത് അത്രയും ഇതിലേക്കാണ് ഇറങ്ങി ചെന്ന ആൾക്കാരെ അടുത്ത്. ഒറ്റ ചൂണ്ടാവുമ്പോൾ ഒരു 25 mm ഉള്ള ഒരു ബ്രൈഡ്, നല്ല ബ്രൈഡ് ഇടാണെങ്കിൽ സ്നേക്കർ ഫിഷിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ചെമ്പല്ലിയും മറ്റും പുഴയിൽ ഉപയോഗിക്കാനൊക്കെ ഒരൊറ്റ ബ്രൈഡ് മതിയാവും കേട്ടോ. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്യുള്ളൂ. ലോക്കൽ ആവുമ്പോൾ രണ്ടോടത്തുകൂടി ഉപയോഗിക്കാൻ വലിയൊരു ഗുണം കിട്ടൂല, പെട്ടെന്ന് പൊട്ടിപ്പോ. അതെ, ഇത് പിന്നെ വരുന്നതൊക്കെ ചെമ്മീനാണ്, നമ്മളെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മളൊരു താളത്തിൽ വെള്ളത്തിലിട്ട് ഒലിക്കുമ്പോ ഈ കാണുന്ന മാതിരില്ല കേട്ടോ. ഒറിജിനല് ജീവനുള്ള ചെമ്മീൻ വരുന്ന മാതിരി അത് വെള്ളത്തൂടെ വരിക. അതുകൊണ്ടാണ് ഇതിന് മീനിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതും നമ്മളെ കഴിച്ചുകൊണ്ടേലൊന്നും ഇട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതിനെ ആ സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ രീതിയിൽ നമ്മൾ റോഡ് റീൽ ഉപയോഗിച്ച് ആക്ഷനിൽ വരുത്തണം. പതുക്കെ ഒന്നും ഇങ്ങനെ ഇപ്പൊ ചെമ്മീൻ തുള്ളി ഇങ്ങനെ വരുന്ന കാര്യം ഒന്നും ഇങ്ങനെ പതുക്കെ വരുത്തണം. അപ്പോഴേ ഇത് മീൻ അടിക്കുള്ളൂ. വെറുതെ ചൂണ്ടയിൽ ഇട്ട് വെച്ച് അവിടെ താത്തിട്ടുകൊണ്ട് ഒന്നും കിട്ടൂല. വൈകുന്നേരം വരെ ഇരുന്നിട്ട് എണീറ്റ് പോരാ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ടോർച്ചുകൾ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. 650 രൂപ, 700 രൂപ, 350 രൂപ, 320 രൂപ റേഞ്ചിലൊക്കെ ഉള്ള
നമ്മളെ ഹൈ ആയിട്ടുള്ള പഞ്ചായത്ത് ടോർച്ചുകളും അതുപോലെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഹെഡ്ലൈറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാബുരാജിത് കണ്ട, ഇതൊരു ഷൂ ആണ്. ഇതിപ്പോ നമുക്ക് ഇത്രയും നീളം വരുന്നുണ്ട് കണ്ട. ഈ ഹൈറ്റിലുള്ള വെള്ളത്തിലേക്ക് നമുക്ക് അട്ടയോ കാര്യങ്ങളോ, മെയിൻ ആയിട്ട് ഇപ്പം അട്ടയൊക്കെ കടിക്കുന്നത് നമ്മളെ കാലിലാണ്. അപ്പൊ ഇത് നമ്മളെ ബെൽറ്റിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ബെൽറ്റ് ഇടാത്തോണ്ട് അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ നമ്മളെ ഡ്രസ്സിന്റെ മേലെ, പാന്റിന്റെ മേലെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചളിയിലേക്ക് ഇപ്പൊ ഈ മുട്ട് വരെയുള്ള ഏത് ചളി കൂടെ നടക്കാം. ചളിയോ വെള്ളമൊന്നും നമ്മളെ മേലിൽ കയറില്ല. അട്ട പോലത്തതോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ ശല്യോ ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഷൂ അങ്ങനെ അടിപൊളിയാണോ? ഇതിന്റെ ഷൂ ഒക്കെ അടിപൊളി മെറ്റീരിയൽ ആണ്. നല്ല നമ്മളെ റംബൂട്ട് വരുന്ന റബ്ബറിന്റെ അതേ മെറ്റീരിയൽ തന്നെ കുറച്ച് കാലം കുറച്ചിട്ടാണ് മേലോട്ടും വരുന്നത്. വേണ്ട, ഇത് വെള്ളം കയറാത്ത നല്ല റബ്ബറിന്റെ സാധനമാണ്. ഏകദേശം 1400 റുപ്യ ഇതിന് വില വരുന്നുണ്ട് കേട്ടോ. ജോഡിക്കാണോ ഒന്നിനാണോ? ജോഡിക്ക് നമ്മളെന്തായാലും ചെരുപ്പിന് പറയുമ്പോൾ ജോഡി ആയിട്ടല്ലേ പറയുള്ളൂ. അപ്പം 1400 രൂപയാണ് ജോഡിന്റെ വില വരുന്നത്. ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് വേണ്ട, ഇത്രയും സ്ഥലം നമുക്കിപ്പോ ഇനി ഏത് കാട്ടുകൂടി വരികയാണെങ്കിലും അധികം നമ്മൾ കവർ ചെയ്യുന്ന ഈ ഏരിയയാണ്. അട്ടയൊക്കെ കയറുന്ന പുല്ലിന്റെ മേലുന്ന ഈ ഏരിയയിലാണ്. അപ്പൊ അങ്ങനത്തെ ശല്യങ്ങളോ പാമ്പിന്റെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. കൂടുതൽ എവിടെയും ചെന്നാലും നമുക്ക് സാധാ റംബൂട്ട് ഇതുവരെ ഉള്ളതാ, ഈ റേഞ്ചിലുള്ളതാ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ കാല് മൊത്തം വരെ മറക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമാണ്. അപ്പൊ ഇതൊക്കെ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചൂണ്ടന്റെ കൂട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് വല, ട്രാപ്പ്, കോരുവല ഐറ്റംസ് ഒക്കെ കേട്ടോ. നല്ല ബംഗാളിന്റെ ഒന്നാന്തരം പക്വല ഉണ്ട് കണ്ടോ. 2250 റുപ്യക്ക് നമ്മുടെ നാട്ടിലൊരു വല കെട്ടണേല് ഇതിന് കൊടുക്കണം 3000 രൂപ കൂലി. അപ്പൊ ബംഗാളിൽ നിന്ന് ഇപ്പൊ ബംഗാളിയാണ് വളരെ ചീപ്പാണെന്ന് പറയുന്നത്. അവിടെ നമുക്ക് കൂലി ചെലവും കുറവായതുകൊണ്ട് നമ്മൾ ബംഗാളിൽ നിന്ന് കെട്ടിയിട്ട് വരുന്ന അടിപൊളി പക്വലയാണ് 2250 റുപ്യ വില വരുന്നത്. അതുപോലെ പക്വല, കോരുവല, ഒരുപാട് ഐറ്റംസ് ഇത് വേണ്ട. നല്ല ട്രഡീഷണൽ ആയിട്ട് ചൂരലിന് നിർമ്മിച്ചിട്ടുള്ള കോരുവലയാണ്. ഈ വിലേന്റെ വില വരുന്നത് 650 രൂപയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമുക്ക് ദീർഘകാലം ഈട് വെക്കും. കുരുമ്പിടിക്കില്ലല്ലോ, ചൂരിലല്ലേ, പെട്ടെന്ന് പൊട്ടില്ല. അപ്പൊ വെള്ളത്തിലും കരയിലും ഒക്കെ ഒരുപോലെ ഉപയോഗിച്ചാലും ഒന്നും ആത്ത നല്ല കിടിലം മേടാണ്. ഇതൊക്കെ നമ്മളെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ തണ്ടാടി വലകള് വേണ്ട, ഉടക്കുവല 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ വലുപ്പത്തിൽ നമുക്ക് പീസായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. നമ്മൾ ചുമ്മാ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മീൻ പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 10 മീറ്ററിന്റെ പീസിന് 500 രൂപയാണ് കേട്ടോ വില വരുന്നത്. അതുപോലെ തന്നെ നാടൻ പീസ് വിലകളുണ്ട്, ഞാൻ കാണിക്കാം. ഇതൊക്കെ നമ്മളെ നാട്ടില് ഉള്ള ആൾക്കാർ പഴമക്കാരെ കൊണ്ട് കെട്ടിക്കുന്ന കൂടി കൊടുത്ത് നമ്മൾ കെട്ടിച്ചു കൊണ്ടുവരുന്ന നാടൻ ചുരുക്കുവലയാണ്. വീശുവലയില് നേരത്തെ നമ്മൾ കണ്ടത് പക്കുവലയാണെങ്കിൽ ഇത് ചുരുക്കുവലയാണ്. ഇതിന്റെ വില നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ വലിപ്പത്തിനും വെയിറ്റിനും റേറ്റിന്റെ ഓരോന്നിനും വില വ്യത്യാസം വരും. അപ്പൊ പല വിലയിലും പല റേറ്റിലും ഉള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ നാട്ടിൽ കെട്ടണതാണോ? ഈ വലകൾ ഇപ്പൊ ഈ ചുരുക്കുവല പറഞ്ഞ സാധനം കംപ്ലീറ്റ് നമ്മളിവിടെ ഉള്ള പ്രായമായ ആൾക്കാരെ അടുത്തുനിന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കെട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് അവർക്ക് കൂലി കൊടുത്ത് കെട്ടിക്കുന്നതാണ്. ഇതിന് ഏകദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നോക്കിയിട്ടെന്ന് പറഞ്ഞത് ഏകദേശം 5000 രൂപയോളം ഇതിന് വില വരുന്നുണ്ട്. 7 മുളത്തില് 4 കിലോ വെയിറ്റ് വരുന്ന വലയാണിത് കേട്ടോ. അതുപോലെ ഓരോന്നിന്റെ കിലോക്കും ഇതിനൊക്കെ അനുസരിച്ച് വില വരും. അതുപോലെ തന്നെ ചെറിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ, അതുപോലെ നമ്മളെ എക്കോറിയം ഒക്കെ ഉള്ള ടീമിനും അതുപോലെ നമ്മളെ പൈതാക്കളൊക്കെ ഉള്ളവർക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയിടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കൊതുക് വലയിൽ കെട്ടിയിട്ടുള്ള ഒരു നെറ്റാണ്. നമുക്ക് ചൂണ്ടക്കാർക്ക് ഇര പിടിക്കാനും ഉപയോഗിക്കാം. നമ്മളെ ഫാം ഉപയോഗിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെറും 290 രൂപയാണ് ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ച് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ വലക്ക് വില വരുന്നുള്ളൂ. 290 രൂപ. ഇത് തന്നെ നമുക്ക് 220 വരുന്നുണ്ട്. ഇച്ചിരി ചെറുതായിരിക്കും കേട്ടോ, പല റേറ്റിലും വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു കോലുവലയാണ്. ഇരുമ്പിന്റെ പിടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് വരുന്നത് 320 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. പല രീതിയിലും വരുന്നുണ്ട്. അതിൽ തന്നെ PVC-യിലെ അതിന്റെ കൈ മാറുമ്പോൾ വെറും 300 രൂപ മാത്രമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ റൗണ്ട് ചെറിയ കോലുവലകൾ നമുക്ക് 220-നും 280-നും ഒക്കെ വരുന്നുണ്ട്. ഇത് ഇപ്പൊ നേരത്തെ കാണിച്ച നമ്മളെ വലിയ കോലുവലന്റെ സെയിം സാധനമാണ്. 280 രൂപയാണ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് റൗണ്ട് ആയി എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ.
അത് ഇച്ചിരി കൂടി ചെറുതായി വരുമ്പോൾ 220 രൂപയാണ് വരുന്നത്. വേണ്ട എക്കോറത്ത് നിന്നൊക്കെ കോരാൻ പറ്റിയ വലുപ്പത്തിലേക്ക് വരുമ്പോൾ 220 രൂപയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ട്രാപ്പ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേണ്ട പല വലുപ്പത്തിൽ വരുന്ന ട്രാപ്പുകളുണ്ട്. ഇത്രയും ചെറുതായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും മടക്കിയിട്ട്. ഇത് കണ്ടില്ലേ? അപ്പൊ ഇതിങ്ങനെ നിവർത്തിയിട്ട് സിബ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഒന്നാന്തരം ട്രാപ്പായിട്ട് മാറും. ഇതിനകത്ത് തീറ്റ ഇട്ടിട്ട് നമുക്ക് എല്ലാ തരം മീനുകളെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കൂട്ടമായിട്ട് തീറ്റ എടുക്കുന്ന ഇങ്ങനെയാണ് വരിക. ഇതിനകത്ത് തീറ്റ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ താത്തി വെക്കുന്നു. ഇതിൽ കൂടെ മീൻ കയറുന്നു. നമ്മൾ ആ സിബ് അയച്ച് പുറത്തെടുക്കാം. 400 രൂപയാണ് ഇത്. 8 ഓളുള്ളതിന് 400 രൂപ, 6 ഓളുള്ളതിന് 350 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതാട്ടോ നമ്മളെ കുടമാരി വരുന്ന ട്രാപ്പാണ്. ഇതുമാതിരി ഒന്ന് വലിച്ചിട്ട് നമുക്ക് കുടമാരി ട്രാപ്പ് ചെയ്യാൻ പറ്റും. 350 രൂപ തൊട്ട് ഈ കുടന്റെ ട്രാപ്പ് നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. പല റേറ്റിലുണ്ട്. ഹോൾസുകൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റ് കൂടും. 350 രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നമുക്ക് മീൻ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രാപ്പ് കിട്ടും. അതിന്റെ കുറച്ചുകൂടി ഒരു അടുത്ത സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ 8 ഓളാകുമ്പോൾ 400 രൂപ. ആ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം മീൻ പിടിക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് ഉള്ള ട്രാപ്പാണ് നമ്മൾ അംബ്രല ട്രാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു ചാലൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റുന്ന സൈസ് ട്രാപ്പുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇതിന് 2 പർപ്പസ് ഉണ്ട്. ക്രാബ് നെറ്റ് എന്ന് ഇതിന്റെ പേര് വരുന്നത്. ഇതിന് ചെറുതും വലുതും, അതായത് 350 രൂപ തൊട്ട് 800 രൂപ വരെയുള്ള ട്രാപ്പുകൾ നമ്മളെ അടുത്തുണ്ട്. ഇത് വേണ്ട നമ്മളെ പഴയ ഈർക്കിളിൽ കൂടെ വെക്കുന്ന മാതിരി ചാലുകളിൽ വെച്ചാൽ അങ്ങോട്ട് കയറുന്ന മീനും ഇങ്ങോട്ട് ഇറങ്ങുന്ന മീനും ഇതിൽ ട്രാപ്പാവും. അങ്ങനെ ഉപയോഗിക്കാം. മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ബൈറ്റ് ഇട്ട് വെച്ചിട്ട് തീറ്റ ഇട്ട് വെച്ചിട്ട് മീൻ അങ്ങനെയും ടാർഗറ്റ് ചെയ്യാം. അപ്പൊ ഒരു മൾട്ടി പർപ്പസ് സാധനമാണ്. ഞണ്ട് പിടിക്കാനും ഉപയോഗിക്കാൻ പറ്റും പുഴകളിലൊക്കെ. എന്താ റേറ്റ് വരുന്നത്? ഇത് 350 രൂപ തൊട്ട് 800 രൂപ വരെയുള്ള വിവിധ വലുപ്പത്തിൽ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. കേട്ടോ. അപ്പൊ എന്റെ പേര് കമാല് ചാകാരി എന്നാണ് കേട്ടോ നമ്മുടെ ഐഡിയയിലും ഇതിലൊക്കെ ഉണ്ടാവുക. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു പാർട്ണറാണ്. അപ്പൊ നമുക്കൊരു വില കുറഞ്ഞ പ്രൈസ് റേഞ്ച് കുറഞ്ഞ വിലകൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചൈനീസ് നെറ്റുകളായിരിക്കും നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. അതിലിപ്പോ ഇതൊക്കെ 1,250 ആ റേഞ്ചൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ നാടൻ വല ഇതേ രീതിയിൽ കെട്ടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കെട്ടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രം എന്താക്കണം 1,500-2,000 രൂപ നമ്മൾ കൂലി കൊടുക്കണം. അവിടെ ഇതിപ്പോ ഒരു 7 അടിയുടെ ചെറിയ പക്കുവലയാണ്. ഇതുണ്ടോ? ജസ്റ്റ് കാണിച്ചറാ. ജസ്റ്റ് ഇതാ 2 എടുക്കില്ല. നമുക്ക് ഈ തോടുകളിലോട്ടും ഇതിലോട്ടൊക്കെ വീശാനാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. ഇതിന്റെ നൈലോണും ഗഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിലവിൽ കുറഞ്ഞ പീസ് അവിടെ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഈ രീതിയിലുണ്ടാവും സാധനം. ഇതിപ്പോ ചൈനീസ് വലയാണ് അല്ലേ? ഇതൊക്കെ ചൈനീസ് വല ആയതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വീശിയിട്ട് വലിയ പരിചയം ഇല്ലാത്ത ആളുകൾക്ക്, അതായത് വല വീശാനും കൂടുതലായിട്ട് അറിയാത്ത ആളുകൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് വലയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം നമുക്ക് പറയാം. നമുക്ക് വീശാനും വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഇതാ നമ്മുടെ സാധാ വല പോലെ തന്നെ ഇത് കയ്യിലൊക്കെ ഇട്ട് ജസ്റ്റ് 1, 2 ഇതെന്താണ് അടിയിൽ മൊത്തത്തില് ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ വേണം അത് പിടിക്കാൻ കേട്ടോ. എപ്പോഴും ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇതാക്കി ടൈറ്റ് ആക്കി പിടിക്കുക. നമ്മുടെ വല ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലെന്താക്കുക കറക്കി ഇടുക. ഇത്ര ഇതിന്റെ പരിപാടി വരുന്നുള്ളൂ. ഓക്കെ, കിട്ടില്ലേ? ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഇതിന്റെ വലുപ്പത്തിന് അതുപോലെ തന്നെ ഇതിന്റെ പല കണ്ണി വലുപ്പത്തില് നൈലോണിലും ഇതിലൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 1,700 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഓരോന്നിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ മാറും. അപ്പൊ 1,700-ആയിരിക്കില്ല. അതിന്റെ ക്വാളിറ്റിക്കൊക്കെ പല നൈലോണിലും ഗഡ്സിലും അതുപോലെ തന്നെ രണ്ടും കൂടി മിക്സ് ആയിട്ടൊക്കെ പല ക്വാളിറ്റിയിൽ സാധനം നമുക്ക് മാർക്കറ്റിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു പ്രൈസ് എപ്പോഴും എന്താക്കാൻ പറ്റൂല, പറയാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് ഇല്ല. നിലവിൽ ആകെ 1-2 പീസും കൂടിയേ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്താന്നുള്ള പ്രൊഡക്റ്റ്. ഇത് പിന്നെ ഏറെക്കുറെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ്. ഓർഡർ തന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ന്യൂ സ്റ്റോക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഒന്ന് വാട്സപ്പില് നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് വന്നു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ മീൻ പിടിക്കാൻ നമുക്ക് കുറച്ച് വെറൈറ്റി, നമ്മുടെ പണ്ട് കാലത്ത് ഈ അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു വേറൊരു വകഭേദമാണ് നമ്മുടെ തോക്ക് തെറ്റാലി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തോക്ക് തെറ്റാലി ഇതുപോലെ തന്നെ നമ്മുടെ പല കാറ്റഗറി ഇതിന്റെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ തേക്ക് മരത്തിൽ നമ്മുടെ നാടൻ സാധാ ആശാരിമാരൊക്കെ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകള് നമ്മുടെ ട്രിഗറും ഇതൊക്കെ വെച്ചിട്ട് ഇതിന് ഏരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു വകഭേദമാണ്. ഇത് നമുക്ക് ഒരു 6-7 രൂപ ആ റേഞ്ചൊക്കെയാണ് വരിക ഫുൾ സെറ്റിന്. അതായത് ഇതിന്റെ റീലുകള് പല ക്വാളിറ്റിയിലുണ്ടാവും. നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന റീലുകള്, അതിന്റെ റീല് അതിന്റെ ഏരോ ഒക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ ഗണ്ണിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ മാറും കേട്ടോ. പല റേഞ്ചിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ പിടിക്കുന്നതിന്റെ ഇതിന്റെ നമ്മുടെ ഈ അമ്പിന്റെ
അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പിന്റെ വേറൊരു വകഭേദമാണ് നമ്മുടെ സ്ലിം ഷോട്ട് എന്ന് പറയുന്നത്. ഒരു 1500 രൂപ മുതൽ നമുക്ക് എന്താക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ ഇട്ടുകാണ്ട് ഒരു അമ്പ് വില്ലും പോലെ തന്നെ നമ്മുടെ തെറ്റാലി ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ തന്നെ 1500, 2600, 2500 പറഞ്ഞാണ്ട് പല കാറ്റഗറിയിലും എന്താവും നമ്മളെ റബ്ബർ വെച്ചിട്ട് പിടിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, മൊത്തത്തിൽ ഇങ്ങനെ ഓടിച്ചു പോവാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും ഈ രീതിയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൽ നമ്മൾ അങ്ങനെ റബ്ബർ ഉണ്ടാവും, അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പ് കട മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗമാണ്. റൂട്ടിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഓൾ ഇന്ത്യ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും കേട്ടോ. ഇതിപ്പോ ഇതുപോലത്തെ ആരോ ആണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ മീനിനെ എന്താക്കുക, പൊങ്ങി വരുന്ന മീനുകളെ നോക്കിയിട്ട് കുറച്ച് ഉന്നമാണെന്ന് പറഞ്ഞല്ലേ, അപ്പൊ ആ രീതിയിൽ നമുക്ക് മീൻ പിടിക്കുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ സ്ലിം ഷോട്ട് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ആംഗ്ലേഴ്സിന്റെ ഇടയിൽ അറിയപ്പെടുന്ന മെത്തേഡുകൾ തന്നെയാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ ഗണ്ണിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും 1 രൂപയുടെ ചെറിയ കുളത്ത് മുതൽ നമുക്ക് 10,000, 15,000, 20,000 രൂപയുടെ ഏത് ടൈപ്പ് ചൂണ്ടകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം കടവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫറൂഖ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ്. ഒരു ജംഗ്ഷൻ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരും. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിൽ സന്തോഷം. വേണ്ടിയ ആളുകളൊക്കെ ജസ്റ്റ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.